സ്വന്തം ഭർത്താവിരിക്കെ ഇനി അവർ തമ്മിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ. അപ്പം ഈ അതിജീവിത എന്ന പുതിയ പരാതിക്കാരി ചെയ്തു കൂട്ടിയത് എന്താണ്? അത് അവിഹിതമല്ലേ? എന്തുകൊണ്ടാണ് അവർ ചെയ്ത തെണ്ടിത്തട്ടി പറ്റി ആരും സംസാരിക്കാത്തത്? അത് ആർക്കൊരു പ്രശ്നമല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഹോട്ടൽ മുറിയിലൊക്കെ പോയി ഇരുന്നിട്ടാണോ കുടുംബ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനായിരിക്കും ഈ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെല്ലാം പരാതിയും പരിഭവവും പറയാൻ വേണ്ടിയിട്ട് മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് ഓടുന്നത്? അവിടെയാണോ കുടുംബ കോടതിയും അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ മാങ്കൂട്ടം ഇനി വല്ല കൌൺസിലിംഗ് സെന്ററും നടത്തുന്നുണ്ടോ? ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ 3 മണിക്കൂർ നിർബന്ധിച്ച് 3 മണിക്കൂർ പീഡിപ്പിച്ച മാങ്കൂട്ടം, പിതൃത്വം നിഷേധിച്ച മാങ്കൂട്ടം, മുഖത്ത് തുപ്പിയ മാങ്കൂട്ടം, ഇങ്ങനെ ഒരാൾക്ക് പിന്നീട് സമ്മാനങ്ങളും സാമ്പത്തിക സഹായമൊക്കെ ചെയ്ത ഈ ചേച്ചിയെ നമ്മൾ കാണാതെ പോകരുത്, പരിഗണിക്കാതെ പോകരുത്. അപ്പൊ തന്നെ നെല്ല് പുഴുങ്ങി കുത്തിയുണ്ടാക്കുന്ന അരി വേവിച്ച് കഴിക്കുന്ന മലയാളികൾക്ക് കാര്യം മനസ്സിലാവില്ലേ? മലയാളികൾ എന്താ പൊട്ടന്മാരാണോ? ഇപ്പൊ എന്നെ ആരെങ്കിലും സ്നേഹം നടിച്ച് പീഡിപ്പിച്ച് ഞാനെങ്ങാനും ഗർഭം ധരിച്ചു പോയാല് എന്റെ പൊന്നെ, ഞാൻ പിന്നെ ആ പരിസരത്തോലും പോയില്ല. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ മറ്റേ എല്ലിൻ കഷ്ണം കിട്ടിയ പട്ടിയെ പോലെ കിടന്ന് പിടയുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ ഒരു മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കിടന്ന് കാണിക്കുന്ന വ്യഗ്രത എല്ലാ കാര്യത്തിനും കാണിച്ചിരുന്നെങ്കിലും നമ്മളെ കേരളം എന്നേ നന്നായി പോയേനെ. ഈ ന്യൂസ് ചാനലിലെ മൊട്ടാറുണ്ട് ഇന്നലെ ഇരുന്നിട്ടൊരു ചാർട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇത്ര ഗർഭം, ഇത്ര പീഡനം, ഇത്ര അബോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പുന്നത്?